കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ രാമേശ്വരത്ത് പോയപ്പോൾ അവിടെ ഒരു ആചാരം ഉണ്ട്. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന് ഒരു വള കെട്ടിയിടണം. ഞാൻ നോക്കുമ്പോൾ കോടാനുകോടി വളകളാ. ഓക്കെ, അതായത് ഒരുപാട് വളകൾ. അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ റിച്വലോ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ അത്രയും പേർക്ക് കുഞ്ഞുണ്ടാവുന്നില്ല. ഓക്കെ, നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു കുഞ്ഞ് അവർക്കിപ്പോൾ ഉണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സ് എല്ലാം കൂടുന്നു. അപ്പൊ ഇതെല്ലാം എന്റെ പണ്ടത്തെ വീഡിയോസിലെല്ലാം ഞാൻ ഇട്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ പിന്നെ കുറച്ചും കൂടി റെലവെന്റ് ആയിട്ട് പറയാം. അപ്പോൾ അതെല്ലാം എന്റെ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെയായിരുന്നു. അപ്പൊ തന്നെയാണ് പറയുന്നത് ഈ പറയുന്ന ക്ലോറിൻ ഫ്ലൂറൈഡ് അടങ്ങിയ വെള്ളം. ഓക്കെ, 24 മണിക്കൂർ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ക്ലോറിൻ ഫ്ലൂറൈഡ്, അതോടൊപ്പം തന്നെ ആ ഒരു പൈപ്പിലൂടെ വരുന്ന ആ ഒരു മെറ്റൽസ്, പിന്നെ ആ ഒരു അഴുക്ക് വെള്ളം, പെരിയാറിലെ ആ ഒരു പൊല്യൂഷൻ എന്ന് പറഞ്ഞ അഴുക്ക് വെള്ളം, അതാണ് ഫിൽട്ടർ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയി, പെർഫെക്റ്റ് ആയി. പിന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ഈ പറയുന്ന ജങ്ക് ഫുഡ് ആണെങ്കിലും ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയ ഫുഡ് ആണെങ്കിലും ജെനറ്റിക്കലി മോഡിഫൈ ചെയ്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും, ഈ പറയുന്ന മുട്ട, പാല്, മിഡിൽ ക്ലാസ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം മിഡിൽ ക്ലാസ് ആണ്. ഹൈ ക്ലാസ് സിനിമാകാരന്മാരും ബിസിനസ് ആൾക്കാരും ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് എല്ലാം പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കഴിക്കുന്നതും കുടിക്കുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാവിധ പദ്ധതികൾ 2030 തന്നെ ഞാൻ ഇതെല്ലാം പ്യൂർ ചെയ്യുന്നു പറയുന്നത്. അതായത് കഴിക്കുന്നത്, കുടിക്കുന്നത്, ശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് 23 വയസ്സേ ഉള്ളൂ. ക്യാൻസർ ഒന്ന് മരിച്ചു. ഓക്കെ, ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രായഭേദമന്യേ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ക്യാൻസറിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാർഡ് തന്നെ വേണം. ഓക്കെ, ആ ഒരു ഫൈറ്റോൺ സെൽസ് ഉള്ളിൽ പോയാൽ മാത്രമേ ആ ക്യാൻസർ സെൽസിനെ കൊല്ലാൻ പറ്റൂ. അതെന്തായാലും നിങ്ങളുടെ ഉള്ളിൽ പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ പോകുന്നത് കൊടൂരമായ വിഷം. അതിന്റെ ചുമയെല്ലാം അതിന്റെ ഏറ്റവും ഇനിഷ്യൽ സ്റ്റേജ് ആയിട്ട് വരുമ്പോൾ അത് വൈറസിനെല്ലാം വെച്ച് കൊടുക്കുന്നു, വിഡ്ഢികളായ മീഡിയസിനെ വെച്ചിട്ട്. അപ്പൊ ഇതെല്ലാം ഏറ്റവും വലിയ വിഡിത്തരം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ മദ്യം ഒഴുക്കുന്നത്, മദ്യത്തിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് അവർ. അതായത് ഇമ്പോർട്ടന്റ് ഇൻഫെർട്ടിലിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ. അതായത് കുഞ്ഞുണ്ടാവില്ല, നിങ്ങളുടെ സെമൻ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം കുറയും. അതോടൊപ്പം തന്നെ ആണത്വം കുറയും. ഓക്കെ, പുരുഷത്വമായ ആ ഒരു കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ തോക്കൊക്കെ എടുത്ത് വെടിവെച്ചും ഇടിച്ചും കൊല്ലിയൊക്കെ നടക്കും. പക്ഷെ അത് കഴിയുമ്പോൾ ബീരുവായി മാറുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഏറ്റവും ഹൈ ആയിട്ടുള്ള ന്യൂറോ സയൻസ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ വിഡ്ഢികളായ ഗവൺമെന്റിനെ വെച്ചിട്ട് അവർ തന്നെയാണ്. ഓക്കെ, ഈ പറയുന്ന പിണറായി വിജയൻ ആണെങ്കിലും അല്ലെ മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 884 ബാറെല്ലാമായി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഔട്ട്ലെറ്റ് എല്ലാം ആയി കഴിഞ്ഞു. അതായത് കുഞ്ഞുങ്ങളെ ഈ പറയുന്ന സിനിമാ നടന്മാർ വിഡ്ഢികളെ കൊണ്ടാണെങ്കിലും ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഒരു കൊച്ചിനോട് ചോദിച്ചു, ബുക്ക് ചെയ്തൊന്നും വെക്കാൻ പാടില്ല. ഓക്കെ, ഇതൊന്നും വെക്കാൻ പാടില്ല, ക്യാൻസർ എന്ന് പറയുമ്പോൾ ഷാരൂഖ് ഖാനും വന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ വിഡ്ഢികളായ സിനിമാ നടന്മാരെ വെച്ചു അവരിങ്ങനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അതായത് ഞാനിപ്പോ ഇത് റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ ഇവന് ഒരിക്കലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ടാവില്ല. അതായത് ഇവനൊരു കുഞ്ഞുണ്ടാവില്ല, ഇവൻ ജീവിക്കില്ല. ഓക്കെ, ആ ഒരു പെർഫെക്റ്റ്ലി തന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ തന്നെ അസുഖം വന്നിട്ട് മരണം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പോൾ അതെന്തായാലും എനിക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ എന്റെ കുഞ്ഞു കുടിക്കുന്നതും എന്റെ കുഞ്ഞു കാണുന്നതും ഇപ്പൊ രാവിലെ തന്നെ അവനിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം ഹൈ ആയിട്ടുള്ള റേഡിയേഷനും ഈ പറയുന്ന സ്പൈനിലെല്ലാം പ്രശ്നം വരും. ഇതെല്ലാം ഹൈ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിട്ട് ഞാൻ ഇതെല്ലാം കണ്ടില്ലെന്ന് നോക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് യാതൊരു വ്യത്യാസമില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ചു കഴിയുമ്പോൾ മാത്രം ഇവര് സംരക്ഷിക്കപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പൊ അതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പെയിൻഫുൾ ആണ്, കാരണം നിങ്ങളെല്ലാം ജസ്റ്റ് കാണുന്നിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഈ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് റെസിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇച്ചിരി ഹെവിയാണ്, പെയിൻഫുൾ ആണ്. കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്രശ്നം വരും. പക്ഷേ നോ വറി, ഇതെല്ലാം ഞാൻ സോൾവ് ചെയ്യുന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം എന്റെ കയ്യിലുള്ളുണ്ട്. ഓക്കെ.